ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ അടുത്തായിട്ട് കുറേ പേര് ചോദിക്കുന്ന കണ്ടു, ഇഗ്നോയുടെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. പണ്ടൊക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓൺലൈനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, റീജിയൻ സെൻറ്ററിലോട്ട് മെയിൽ അയക്കുകയാണ് വേണ്ടത്. ഇൻ കേസ് അവർ മെയിൽ അയച്ചിട്ട് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ 3 റീജിയൻ സെൻറ്റേഴ്സ് ഉണ്ട്, വടകര, കൊച്ചിൻ, ട്രിവാൻഡ്രം. ഇതിനകത്ത് വടകര തീരെ മെയിൽ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വടകര റീജിയൻ സെൻറ്ററിലോട്ട് നേരിട്ട് പോകേണ്ടി വരും. ഇനിയിപ്പോൾ കൊച്ചിനും ട്രിവാൻഡ്രമൊക്കെ ആണെങ്കിൽ അവർ മെയിലിന് റിപ്ലൈ തരാറുണ്ട്, പക്ഷേ 1-2 ദിവസമൊക്കെ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാനാണെങ്കിലും മെയിൽ അയക്കാതെ വേറെ വഴിയൊന്നുമില്ല. മെയിൽ അയച്ചിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു വഴി മാത്രമാണ് നമുക്ക് ഇഗ്നോത്തെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്മിഷൻ ആണെങ്കിലും രജിസ്ട്രേഷൻ ആണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്കൊക്കെ പേര് വരെ തെറ്റിപ്പോയിട്ടുണ്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പേരൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ്, പിന്നെ റീജിയൻ സെൻറ്ററും സ്റ്റഡി സെൻറ്റേഴ്സും ഒക്കെ മാറ്റുക, ഇതൊക്കെ വളരെ സുഖമായിട്ടുള്ള കാര്യമാണ്. റീജിയൻ സെൻറ്ററിലോട്ട് മെയിൽ അയച്ചാൽ മതി. ഓക്കെ. ഇനി ചില ആൾക്കാർ ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം ഒന്നും നോർമലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഉള്ള പ്രോഗ്രാം ക്യാൻസലാക്കിയിട്ട് പുതിയ അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും പ്രോസസ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാമിന് അഡ്മിഷൻ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുക. ഒട്ടുമിക്ക ആൾക്കാരും ചാടി കയറി അഡ്മിഷൻ എടുക്കും. പിന്നെ ഇത് വേണ്ടായിരുന്നു, ഇത് ക്യാൻസലാക്കാനൊക്കെ തോന്നും. പക്ഷേ ക്യാൻസലേഷൻ പ്രോസസ്സും അതുപോലെ റീഫണ്ട് പോളിസിയൊക്കെ ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷനൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നല്ല വ്യക്തമായിട്ട് ധാരണയോട് കൂടിയിട്ട് എടുക്കുക. പിന്നെ എടുക്കുന്ന സമയത്ത് നല്ലോണം ക്രോസ് വെരിഫിക്കേഷൻ മാത്രം ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ കുറേ പേർക്ക് പേരൊക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്. പേരൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ചെയ്യാണെങ്കിലും നിങ്ങളുടെ റീജിയൻ സെൻറ്ററിലോട്ട് മെയിൽ അയക്കുക. കേരളത്തിലെ റീജിയൻ സെൻറ്ററിൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.